സെപ്റ്റംബർ 23 യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്വാഡിൻ്റെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ക്വാഡിൻ്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ സ്കീമുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസിലാണ് 6ാമത്തെ ക്വാഡ് ലെവൽ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. യു എസ് എയിലെ ഡെലാവെരെ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അപ്പോൾ പ്രധാനമായിട്ടും അതിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ചൈന സീയിൽ നടക്കുന്ന ഇഷ്യൂസ്, പ്രത്യേകിച്ചും ചൈനയുടെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കഷൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഉക്രൈനിലെ യുദ്ധവും ഒക്കെ ഈ ഒരു ഡിസ്കഷൻ വന്നു. ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരും ഉക്രൈൻ സന്ദർശിച്ച് ആ യുദ്ധത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പുതിയ അനൗൺസ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഒരു പുതിയ ന്യൂ കോസ്റ്റ് ഗാർഡിന്റെ എക്സസൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാരിടൈം സർവേലൻസ് മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്ന കാര്യവും ഈ ഒരു ഡിസ്കഷനിൽ വന്നിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക. അതിൽ ക്വാഡിന്റെ ഇനീഷ്യേറ്റീവ്, ക്യാൻസറിനെതിരെ സെർവിക്കൽ ക്യാൻസറിനുള്ള ഇനീഷ്യേറ്റീവാണ് ക്വാഡ് ക്യാൻസർ മൂൺ ഷൂട്ട് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും 4 രാജ്യങ്ങളും ഈ ഒരു സെർവിക്കൽ ക്യാൻസറിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫണ്ടിങ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഏകദേശം $10 മില്യൺ $10 ദശലക്ഷം ആണ് ഈ ഒരു സ്ക്രീനിങ് പർപ്പസിന് വേണ്ടിയിട്ട്, ഈ ഒരു ഡിസീസിനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ വാക്സിൻ മാനുഫാക്ചർ ആയിട്ടുള്ള സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഗവിയും ഏകദേശം 40 മില്യൺ വാക്സിൻസ് ഈ ഒരു റീജിയനിൽ നൽകും എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്ട് ടു അപ്രൂവൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കൂടാതെ ഒരു ലോജിസ്റ്റിക് നെറ്റ്വർക്കിന്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വാഡ് കൺട്രീസ് പരസ്പരം എയർലിഫ്റ്റ് കപ്പാസിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസാസ്റ്റർ റെസ്പോൺസിൽ പരസ്പരം സഹകരിക്കും എന്നും ഈ ഒരു ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്താണ് ഒരു മാരിടൈം ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മലബാർ എന്ന് പറയുന്ന ഒരു നേവൽ എക്സസൈസ് ക്വാഡ് കൺട്രീസ് തമ്മിൽ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ക്വാഡ് സീഷിപ്പ് ഒബ്സർവർ മിഷൻ എന്ന് പറഞ്ഞിട്ട് 2025 മാരിടൈം സേഫ്റ്റിയും മാരിടൈം ഇന്റർ ഓപ്പറബിലിറ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മിഷൻ, പ്രത്യേകിച്ചും ഈ ഒരു കോസ്റ്റ് ഗാർഡ് മിഷൻസും 2025 പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ദ ഇൻഡോ പസഫിക് മൈത്രി എന്ന പേരിൽ ഈ ഒരു ക്വാഡ് പാർട്ട്നേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു വാട്ടേഴ്സിനെ, അതായത് ഇൻഡോ പസഫിക് ഓഷ്യൻ പ്രദേശത്തെ സെക്യൂർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും അൺലോഫുൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്സ് വരുന്നത്. ക്വാഡ് അറ്റ് സീഷിപ്പ് ഒബ്സർവേഷൻ മിഷൻ 2025, അതുപോലെ തന്നെ മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ദ ഇൻഡോ പസഫിക് മൈത്രി എന്ന് പറയുന്ന മിഷൻ. അപ്പോൾ ആദ്യത്തെ മൈത്രി വർക്ക്ഷോപ്പ് 2025 നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മാരിടൈം ബന്ധപ്പെട്ട ലീഗൽ ഡയലോഗുകളുടെ ഡിസ്കഷനും ഇതിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഓർഡർ ഈ ഒരു ഇൻഡോ പസഫിക് റീജിയനിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അതിനെയാണ് STEM എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഇതിൽ ക്വാഡ് ഫെലോഷിപ്പ് ഉണ്ട്. ഏകദേശം 50ഓളം ഫെലോഷിപ്പുകൾ, ഏകദേശം $5 ലക്ഷം ഇക്വലന്റ് ആയിട്ടുള്ള 50ഓളം സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയിലെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടിങ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മിനിമം 18 വയസ്സ് പ്രായം ഉണ്ടാകണം അപ്ലിക്കേഷൻ്റെ സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു ക്വാഡ് കൺട്രീസ് എന്നുള്ള ലീഗൽ പെർമനന്റ് റെസിഡന്റ് ആയിരിക്കണം ഈ ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്നോ ആവാം. ബാച്ചിലർ ഡിഗ്രി ഓർ ഈക്വാലന്റ് ഈ STEMൽ 2024 ആഗസ്റ്റ് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നല്ല സുപ്പീരിയർ ആയിട്ടുള്ള അക്കാദമിക് അച്ചീവ്മെന്റ് ഉണ്ടാവണം. അത്തരം ആൾക്കാർക്ക് ഈ ഒരു ക്വാഡിന്റെ ഈ ഒരു STEM ഇനീഷ്യേറ്റീവിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ ക്വാഡിന്റെ മീറ്റിംഗ് നടന്നു, അതിന്റെ ഔട്ട്കംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ IT റൂൾസിൽ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രൊവിഷൻസ് ബോംബെ ഹൈക്കോടതി അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അൺകൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റ് ആണ്
ഈ ഒരു എന്താണ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിനെയാണ് അൺകൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒരു എഡിറ്റോറിയലാണ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുക. എന്താണ് നമുക്ക് ഈ ഒരു വിഷയം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ IT റൂൾസിലുള്ള ഈ ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിനെ സെൻറ്ററിന് അപ്പോയിന്റ് ചെയ്യാം. അതായത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്ന കണ്ടന്റുകളെ അതിനെ ഫാൾസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻ, ആർബിട്രറി ആയിട്ടുള്ള ഒരു പവറാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വെൽ ഡിഫൈൻഡ് അല്ല, സബ്ജക്റ്റീവ് ആയിട്ടുള്ള, കാരണം ഏത് വിഷയമാണ് മിസ്ലീഡിംഗ് ആയിട്ടുള്ളത് എന്നുള്ളത് ഗവൺമെന്റ് താല്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ മേലെയുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഹൈക്കോടതി അതിനെ അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ നിയമത്തിൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞത്. ബോംബെ ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം ഇത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പറഞ്ഞത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയുടെ വയലേഷൻ ആയിട്ട് പറഞ്ഞത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഫേക്ക്, ഫോൾസ് ആൻഡ് മിസ്ലീഡിംഗ് എന്നുള്ളതിനെ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുള്ള, ഇത് ആക്ച്വലി ഒരു ആർബിട്രറി ആയിട്ടുള്ള സെൻസർഷിപ്പിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് പറയുന്നത്. അത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഈ ഒരു സെൻസർഷിപ്പിനെ പേടിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളോ ഭരിക്കുന്ന ഗവൺമെന്റിനെയോ ക്രിട്ടിസൈസ് ചെയ്യാൻ മടിക്കും എന്നുള്ള രീതിയിലും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എന്താണ് അതിന്റെ മാനദണ്ഡം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയറോ ഒന്നും തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആർബിട്രറി സെൻസർഷിപ്പ് ആണ് എന്നാണ് കോടതി കണക്കാക്കുന്നത്. അപ്പോൾ ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകിച്ചും ഈ ഒരു മാധ്യമ മേഖലയിൽ, പ്രത്യേകിച്ചും ഓൺലൈൻ സോഷ്യൽ മീഡിയയിലുള്ള ക്രിറ്റിസിസത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു വഴിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 അതായത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയില് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ക്ലോസ് 2 അതിന് 8 റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. 8 റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ബോംബെ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഓൾറെഡി റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഭരണഘടനയിൽ പറയുന്നുണ്ട്. ആ റീസണബിൾ റെസ്ട്രിക്ഷൻസിന് പരിധിയിൽ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിന്റെ പരിധിയിൽ വരില്ല. പിന്നെ എന്തിനാണ് പ്രത്യേകം ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഫ്രീ എക്സ്പ്രഷനെ അല്ലെങ്കിൽ ഫ്രീ സ്പീച്ചിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം മാത്രമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡിസ്കഷനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ക്രിട്ടിസൈസം നടത്തുന്ന ആൾക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടും ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണിതും. അതുകൊണ്ട് തന്നെ അതിന് ഭരണഘടനാ സാധുത ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കാം. അടുത്തത് ശ്രീലങ്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്നു, അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വേർഡിക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ശ്രീലങ്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് പറഞ്ഞ് നടക്കുകയും അവിടെ സെക്കൻഡ് റൗണ്ട് വോട്ടിങ്ങിൽ അത് വിജയിയായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ശ്രീലങ്കയിലെ വേർഡിക്റ്റ് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.